കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ബാക്ക്. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MM-T008 MSc മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഈ ഡിസംബർ TEE 2025 വരുന്ന എക്സാംസിന് എങ്ങനെ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് റിവൈസ് ചെയ്യാം എന്നുള്ള ഒരു ഗൈഡാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ കുറേ വർഷത്തെ പാസ്റ്റ് ക്വസ്റ്റ്യൻ ഡാറ്റാസ് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റഡി എങ്ങനെയൊക്കെയാണ് ഓരോ മാർക്സിനും അനുസരിച്ച് ഓരോ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കാം, അതുപോലെ നിങ്ങൾക്കൊരു എക്സാമിന് എത്രത്തോളം എക്സാക്റ്റ് ഫോർമാറ്റിലൂടെ പ്രാക്ടീസ് ചെയ്യാം, ഏതൊക്കെ ബ്ലോക്സും യൂണിറ്റ്സും ആണ് നമ്മൾ കൂടുതലായിട്ട് റിവൈസ് ചെയ്ത് പോവേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഗൈഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ ഇതിനവസാനം നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് വൺ, ഡോക്യുമെൻറ്റ് റോഡ് മാപ്പ്. സിലബസ് മാപ്പിംഗ് ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ ഓരോ സിലബസിനെയും നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത്. അതായത് മാർക്കോവ് ചൈൻസ്, റിന്യൂവൽ പ്രോസസ്സസ്, ക്യൂസ്, മൾട്ടിവേരിയറ്റ് ടോപ്പിക്സ് എന്നിങ്ങനെ ഹിസ്റ്റോറിക്കലി ഹൈ ഹീൽഡ് യൂണിറ്റ്സും അതുപോലെ ലോ റിസ്ക് ക്വിക്ക് വിൻ ഏരിയാസും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് പറയുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും വരുന്നത്, അതായത് ഡെറിവേഷൻസ്, പ്രൂഫ്സ്, ന്യൂമറിക്കൽ അപ്ലിക്കേഷൻസ്, അതുപോലെ ടിപ്പിക്കലായിട്ട് മാർക്ക് വെയിറ്റേജസ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ഓരോ കമ്പൾസറി ഐറ്റംസ് സർഫസസ് ഒക്കെ എവിടേക്കാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സാമിൻ്റെ പാറ്റേണൊക്കെ നമ്മൾ ഇതിലൂടെ അനലൈസ് ചെയ്ത് പോകുന്നു. നെക്സ്റ്റ് വൺ, റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. എത്രത്തോളം ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അത് എത്രത്തൊക്കെ തവണയാണ് നമ്മൾ ആവർത്തിക്കുന്നത്, ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ്, എത്രയൊക്കെ തവണ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ പറയുന്നു. അതായത് നിങ്ങൾക്ക് മസ്റ്റ് ഡു പ്രോബ്ലംസ് ടൈംസ് ഏതൊക്കെയാണെന്നൊക്കെ ഈ ഒരു ഗൈഡിലൂടെ നമുക്ക് മനസ്സിലാവാൻ പോകുന്നു. നെക്സ്റ്റ് വൺ, ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് ആണ്. നമ്മളോട് ഓരോ ബ്ലോക്കും യൂണിറ്റും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, ഏറ്റവും പ്രോബബിലിറ്റി കൂടിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഗൈഡിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കറൻറ്റ് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ സ്മാർട്ടായിട്ട് തന്നെ പഠിച്ച് കവർ ചെയ്ത് പോകാൻ കഴിയും. അതുപോലെ ഒരു ഫുൾ ലെങ്ത് പേപ്പറാണ് നിങ്ങൾ, അതിൽ നിങ്ങൾക്ക് മാർക്കിൻ്റെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഓരോ ക്വസ്റ്റ്യൻസിനും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നെ പോകാൻ കഴിയും. സോ നിങ്ങൾക്ക് അതൊരു ഈസി ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ മാർക്കിങ്ങിന് അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് എക്സാം എഴുതേണ്ടത്, പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഗൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, മെത്തഡോളജി. നമ്മൾ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ യൂണിറ്റ്സ് ആണ്, ഏതൊക്കെ ബ്ലോക്കാണ്, മാർക്കിനനുസരിച്ച് എത്രത്തോളം ഫ്രീക്വൻസിയിലാണ് ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വന്നിട്ടുള്ളത്, അതുപോലെ ഏത് ബ്ലോക്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കവർ ചെയ്ത് പോവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ പറയുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് നിങ്ങളുടെ അടുത്ത് വരുന്ന എക്സാമിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫസ്റ്റ് വൺ, സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് ആണ് തന്നിട്ടുള്ളത്. അതായത് ഓരോ ബ്ലോക്സും അതിൽ വരുന്ന യൂണിറ്റ്സും തന്നിട്ടുണ്ട്, അതിലുള്ള ഓരോ ടോപ്പിക്സും തന്നിട്ടുണ്ട്. ആ ടോപ്പിക് എത്രത്തോളമാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് എക്സാമിന് എന്നുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് 1 മാർക്കോവ് ചെയിൻസിലെ ഓരോ യൂണിറ്റ്സിൻ്റെയും ടോപ്പിക്സ് തന്നിട്ടുണ്ട്. യൂണിറ്റ് 1ലെ ബേസ് തിയറം എന്നുള്ളത് 1 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്പെക്ടേഷൻ എന്നുള്ളത് 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നുള്ളത് 2 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഇനി യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ ബേസിക്സ് ഓഫ് മാർക്കോവ് ചെയിൻസ് എന്നുള്ളത് 12 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് യൂണിറ്റ് 3ലെ സ്റ്റേഷനറി മാർക്കോവ് ചെയിൻസ് എന്നുള്ളത് 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്.
അതുപോലെ ബ്ലോക്ക് 2-ലെ മാർക്കോ പ്രോസസ്സസ് എന്ന യൂണിറ്റിലെ യൂണിറ്റ് 4-ലെ ബ്രാഞ്ചിങ് പ്രോസസ്സസ് എന്നുള്ളത് 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് യൂണിറ്റ് 5-ലെ CTMC ആൻഡ് കൊൾമോഗോറോ ഇക്വേഷൻസ് എന്നുള്ളത് 0 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 6-ലെ ബർത്ത് ഡെത്ത് പ്രോസസ്സസ് എന്നുള്ളത് 1 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 3-ലേക്ക് വരുമ്പോൾ റിന്യൂവൽ പ്രോസസ്സ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 7 റിന്യൂവൽ പ്രോസസ് ബേസിക്സ് ആൻഡ് പോയിസൺ എന്നുള്ളത് 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് വന്നിട്ടുള്ളത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് റിന്യൂവൽ തിയറംസ് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഡിലേയ്ഡ് ആൻഡ് ക്യൂബ്രിയം റിന്യൂവൽ എന്നുള്ളൊരു ടോപ്പിക്ക്, അതുപോലെ റിപ്ലേസ്മെന്റ് ആൻഡ് പോളിസിസ് എന്നുള്ളൊരു ടോപ്പിക്ക് 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 ക്യൂവിംഗ് തിയറിയിലേക്ക് നോക്കുമ്പോൾ പോയിസൺ ക്യൂയിസ് എന്നുള്ള 3 ടൈംസ് വന്നിട്ടുണ്ട്. അതുപോലെയുള്ള 2 ടോപ്പിക്സുകളാണ് MG1 ആൻഡ് ഓപ്പറേഷണൽ മെഷേഴ്സ് ആൻഡ് ഫൈനൈറ്റ് കപ്പാസിറ്റി ആൻഡ് നെറ്റ്വർക്ക്സ് എന്നുള്ളത്. ഇനി ബ്ലോക്ക് 5-ലെ കുറച്ച് ടോപ്പിക്സുകൾ പറയാം. ലീനിയർ ആൾജിബ്ര ടൂൾസ്, വേരിയൻസ്, കൊവാരിയൻസ് ആൻഡ് MV ഡിസ്ട്രിബ്യൂഷൻസ്, MVN ആൻഡ് ലീനിയർ ഫംഗ്ഷൻ ക്യാരക്ടറൈസേഷൻ എന്നുള്ള ടോപ്പിക്സ്. ബ്ലോക്ക് 6 MVN ഡിസ്ട്രിബ്യൂഷൻസിലെ കുറച്ച് ടോപ്പിക്സുകളാണ് കൊറലേഷൻ കോഎഫിഷ്യൻസ്, ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻസ്, MLE ഫോർ MVN, ഹോട്ടലിങ്സ് T⁻² ആൻഡ് സാമ്പിളിംഗ് എന്നുള്ള ടോപ്പിക്സുകളൊക്കെ. അതുപോലെ ബ്ലോക്ക് 7 MVN ആപ്ലിക്കേഷൻസിലെ മറ്റുള്ള ടോപ്പിക്കുകളാണ് കൊറലേഷൻ ടെസ്റ്റ് ആൻഡ് ഇക്വാലിറ്റി ഓഫ് മീൻസ്, കൊവാരിയൻസ് സ്ട്രക്ചർ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓർ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് എന്നുള്ളതൊക്കെ. നെക്സ്റ്റ് ബ്ലോക്ക് 8 അഡ്വാൻസ്ഡ് MVN എന്ന ടോപ്പിക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോപ്പിക്സുകളാണ് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്, ഫാക്ടർ അനാലിസിസ്, കാനോണിക്കൽ കൊറലേഷൻ, കൺജോയിന്റ് അനാലിസിസ്. സോ ഓരോ റെലവൻസിനനുസരിച്ചും ഓരോ ടോപ്പിക്സുകളും നമ്മൾ പഠിച്ച് തന്നെ കവർ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഒരു ബാർ ചാർട്ടാണ്. ഓരോ ബ്ലോക്സിൽ നിന്നും എത്രത്തോളം ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു ബാർ ചാർട്ട് നോക്കിയാൽ നമുക്ക് നോക്കാൻ കഴിയും. അതായത് എക്സ് ആക്സിസിൽ നമുക്ക് ബ്ലോക്സ് ആയിട്ടും വൈ ആക്സിസിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ ബ്ലോക്കിൻ്റെയും. സോ ഈ ഒരു ബാർ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 1 മാർക്ക് ഓഫ് ചെയിൻസ് എന്നുള്ളത്. അതിനുശേഷമാണ് പിന്നെ ബ്ലോക്ക് 3 റിന്യൂവൽ പ്രോസസ്സസ്. ആൻഡ് ഇങ്ങനെ ഏറ്റവും ലീസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഏതൊക്കെയാണെന്നൊക്കെ ഈ ഒരു ബ്ലോക്സ് ബാർ ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നെക്സ്റ്റ് വൺ ഒരു ഹീറ്റ് മാപ്പാണ് തന്നിട്ടുള്ളത്. അതായത് ഓരോ ബ്ലോക്സിലെയും ഓരോ യൂണിറ്റ് ഏറ്റവും കൂടുതൽ നോക്കേണ്ട യൂണിറ്റ് ഏതെന്ന് ഈ ഒരു കളർ കോഡിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. സോ ഏറ്റവും ഫ്രീക്വൻസി വരുന്ന കളേഴ്സാണ്, മോർ ഫ്രീക്വൻറ്റ് കളേഴ്സിലാണ് ഹയർ ഫ്രീക്വൻസി വരുന്നത്. അതായത് നമുക്ക് 12 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 2 എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണിത്. അതുപോലെ കളർ കോഡിനനുസരിച്ച് നമുക്ക് ഓരോ യൂണിറ്റിയും എത്രത്തോളം അപ്പിയറൻസും കാര്യങ്ങളും ഉണ്ടെന്ന് ഈ ഒരു മാപ്പിലൂടെ കാണാൻ കഴിയുന്നു. നെക്സ്റ്റ് വൺ കീ ഇൻസൈഡ് ബോക്സ് ആണ്. ടോപ്പ് 3 ഹൈ ഇൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ബേസിക്സ് ഓഫ് മാർക്കോവ് ചെയിൻസ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റേറ്റ് ക്ലാസിഫിക്കേഷനും ഇറഡ്യൂസിബിലിറ്റിയും സ്റ്റേഷനറി വെക്ടേഴ്സ് ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ റിന്യൂവൽ പ്രോസസ്സസ് ബേസിക്സ് ആൻഡ് പോയിസൺ എന്നുള്ളത് റിന്യൂവൽ ഇക്വേഷൻ ഓർ പോയിസൺ ലിങ്ക്സ് അപ്പിയർ ഓഫൺ ഇൻ പ്രോബ്ലം സോൾവിംഗ് കേസസിലാണ് വരാറ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ബ്രാഞ്ചിങ് പ്രോസസ്സസ് എന്ന ഒരു ടോപ്പിക്ക് നമ്മളുടെ PGF ആൻഡ് എക്സ്റ്റൻഷ്യൽ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിലാണ് കാണാറ്. സോ ക്വസ്റ്റ്യൻ ലെവലൊക്കെ പാസ് ചെയ്യുന്ന ഒരു ടോപ്പ് 3 ഹൈഡ് ടോപ്പിക്സുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ 3 ടോപ്പിക്കും എന്തായാലും പഠിച്ചു തന്നെ പോകാൻ നോക്കുക. നെക്സ്റ്റ് 3 റൈസിംഗ് ടോപ്പിക്സും കൊടുത്തിട്ടുണ്ട്. M/M ക്യൂസ് എന്നുള്ളൊരു ടോപ്പിക്, അതുപോലെ ഹോട്ടലിങ്സ് T² ആൻഡ് സാമ്പിളിംഗ് എന്നുള്ളൊരു ടോപ്പിക്ക്, അതുപോലെ PC എന്നുള്ളൊരു ടോപ്പിക്ക്. ഇതൊക്കെ റീസെൻറ്റ് ഇയേഴ്സിൽ ന്യൂമറിക്കൽ അപ്ലിക്കേഷൻസിലും ഷോർട്ട് പ്രൂഫ്സിലൊക്കെ റെഗുലറായിട്ട് അപ്പിയർ ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സുകളാണ്. സോ ഈ ടോപ്പിക്കും കൂടി നോക്കി പോകാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് തന്നിട്ടുള്ള സാധാരണ വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ ഓർ അപ്ലിക്കേഷൻ എന്നുള്ളത് 3 to 9 മാർക്സിന് വരാറുണ്ട്. 54 to 250 വേർഡ്സിൽ വർക്കിംഗ് ഓർ സ്റ്റെപ്സും കൂടി ആഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ട്രൂ ഓർ ഫാൾസ് എന്നുള്ളത് 10 മാർക്സിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ഏരിയ ആണ്. 180 to 280 വേർഡ്സ് പ്ലസ് ഷോർട്ട് പ്രൂഫ്സ് ഓർ കൗണ്ടർ എക്സാമ്പിൾ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക.
നെക്സ്റ്റ് കേസ് ബേസ്ഡ് ന്യൂമറിക്കൽ എന്നുള്ളത് 9 മാർക്സിന് വരുന്നൊരു ഏരിയയാണ്. 160 to 250 വേർഡ്സ് പ്ലസ് മോഡൽ സെറ്റപ്പ് കമ്പ്യൂട്ടേഷനും ഇൻ്റർപ്രിറ്റേഷനും കൂടി ആഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി പ്രൂഫ് ഫോർ ഡെറിവേഷൻ കേസ് നമുക്ക് 8 മാർക്കിനാണ് വരാറ്. സോ 144 to 224 വേർഡ്സിന് അതിൻ്റെ സ്റ്റെപ്സും തിയറും കൂടി യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ഷോർട്ട് നോട്ട് ഓർ കൺസെപ്റ്റ് എന്നുള്ളത് 4 മാർക്സിനാണ് വരാറ്. 70 to 112 വേർഡ്സിൻ്റെ കൂടെ ക്രിസ്പ് ഡെഫിനിഷനും ഒരു പർപ്പസും കൂടി ആഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ ഓർ അപ്ലിക്കേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യന് 3 to 9 മാർക്സിനാണ് വരാറ്. അതായത് നമ്മുടെ മോഡലിങ്ങും കമ്പ്യൂട്ടേഷനും ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ നമ്മൾ ആദ്യം നമ്മുടെ ഗിവൺ ഡാറ്റ ഓർ പാരാമീറ്റേഴ്സ് ഒന്ന് സെറ്റപ്പ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ഫോർമുല ഓർ പ്രോസസ്സ് യൂസ് ചെയ്യാം. അതായത് നമ്മളോട് സ്റ്റഡി സ്റ്റേറ്റ് ഇൻ ക്യൂസ്, റിന്യൂവൽ ഫംഗ്ഷൻ, റിഗ്രഷൻ സ്റ്റെപ്സ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ടൈമിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. സോ അതിൻ്റെ റിപ്പോർട്ട് ഫൈനൽ വാല്യൂ കൂടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഒരു 5 to 10 ലൈൻസിൽ ഒരു 1-2 ലൈൻ ഇൻ്റർപ്രിട്ടേഷനോട് കൂടി വർക്കിംഗ് ഒക്കെ കൊടുത്ത് പ്രിസിഷൻ ആയിട്ടുള്ള മെത്തേഡും മാർക്സും ഒക്കെ ആഡ് ചെയ്തിട്ട് തന്നെ ഇത് എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ട്രൂ ഓർ ഫാൾസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മളോട് കമ്പൾസറി ആയിട്ട് ഓരോ ബ്ലോക്കിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ സിലബസിലുള്ള റീസണിങ് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. സോ ഈ മാർക്കോ പ്രോപ്പർട്ടീസ്, റിന്യൂവൽ ഇക്വേഷൻസ്, MVN ഫാക്ട്സ്, ക്യൂ ഐഡൻറ്റീസ് അതിൽ നിന്നൊക്കെയാണ് അധികമായിട്ടും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന ടൈമിൽ നമ്മളൊരു 1 പാരഗ്രാഫ് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഷോർട്ട് കൗണ്ടർ എക്സാമ്പിൾ കൂടി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഇതിൽ നമ്മളോട് അധികമായിട്ടും നോക്കുന്നത് അവർ എക്സാമിനേഴ്സ് എയിം ചെയ്യുന്നത് നമ്മുടെ ഡെഫിനിഷൻസ് കറക്റ്റ് ആണോ, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, അങ്ങനത്തെ കേസൊക്കെയാണ് നോക്കുന്നത്. സോ കനോണിക്കൽ പ്രൂഫ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് നമ്മൾ ടൈം എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ സ്കോർ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു കേസ് ബേസ്ഡ് ന്യൂമറിക്കൽ എന്നുള്ളതാണ് 9 മാർക്സിന് വരുന്ന ഒരു ഏരിയ ആണ്. നമ്മളുടെ ക്ലിനിക്സ്, ബാങ്ക്സ്, ഇൻഷുറൻസ് എന്നുള്ളതിലൊക്കെ റിയലിസ്റ്റിക് മിനി സിനിയോറിയസ് ചോദിക്കുന്ന ഒരു ഏരിയാസ് ആണ്. സോ M or G or 1 or ബേസ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ഈ ഒരു കേസിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത്. സോ ഈ ഒരു കേസിൽ നമ്മൾ നമ്മുടെ മാപ്പിംഗ് കാണിക്കാം. അതായത് വേർഡ്സ് ടു മോഡൽ മാപ്പിംഗ് കാണിക്കുക. അതുപോലെ നമ്മുടെ കീ മെട്രിക്സിൻ്റെ കമ്പ്യൂട്ട് ചെയ്ത് കാണിക്കുക. അതുപോലെ പ്രാക്ടിക്കൽ മീനിങ് ഒക്കെ സ്റ്റേറ്റ് ചെയ്തിട്ട് ഒരു 6 to 12 ലൈൻസിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അതിൽ നമ്മുടെ സെറ്റപ്പും കാൽക്കുലേഷനും 1-2 ലൈൻ ടേക്ക് അവേ ഒക്കെ ആഡ് ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് പ്രൂഫ് ഫോർ ഡെറിവേഷൻ കേസ് 8 മാർക്കിനാണ് വരാറ്. സോ ഇതിൽ നമ്മുടെ കൺസൈസ് പ്രൂഫ്, നെയ്മഡ് റിസൾട്ട്, നമ്മുടെ ചാപ്മാൻ കൾമോഗറോ, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്കവർ, റിന്യൂവൽ ഐഡൻറ്റിറ്റീസ് ഇങ്ങനത്തെ ഷോർട്ട് ഡെറിവേഷൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നൊരു ഏരിയാസ് ആണ് ഇതൊക്കെ. സോ ഇതിൽ നമ്മുടെ അസംഷൻസ് സ്റ്റേറ്റ് ചെയ്യുക. അതുപോലെ മെയിൻ സ്റ്റെപ്സ് ഒക്കെ ഔട്ട്ലൈൻ ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ ലാസ്റ്റ് ഒരു ക്രിസ്പ് കൺക്ലൂഷൻ കൂടിയും കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. കൂടുതലായിട്ടൊന്നും എഴുതി പോവണ്ട. മാർക്കിനനുസരിച്ച് സ്റ്റെപ്സിൻ്റെ ലെങ്ത് നോക്കിയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. ഓരോ ബ്ലോക്സിൽ നിന്നും എത്രത്തോളം ആവറേജ് മാർക്സും അതിൻ്റെ ടോട്ടൽ ഷെയറും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് 1-ൽ നിന്ന് 6.7 ആവറേജ് മാർക്ക് വരുന്നുണ്ട്. അതുപോലെ 6.7 ഷെയർ ആണ് വരുന്നത്. അതുപോലെ ബ്ലോക്ക് 2-ൽ നിന്ന് 6 ആവറേജ് മാർക്കും 6 ഷെയറും കാണിക്കുന്നുണ്ട്. ഇനി ബ്ലോക്ക് 3-ൽ നിന്ന് 6 ആവറേജ് മാർക്ക് ആൻഡ് 6% ഷെയർ കാണിക്കുന്നു. ബ്ലോക്ക് 4-ലാണെങ്കിൽ 7.5 ആണ്. ആൻഡ് ബ്ലോക്ക് 5-ൽ 8 ആണ്. അതുപോലെ മറ്റുള്ള ബ്ലോക്സ് ഒക്കെ സീറോസ് ആയിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇയർലി ആയിട്ട് ഓരോ ടോപ്പ് ഫോർമുലാസും എത്രത്തോളം പെർസെൻറ്റേജ് വെയിറ്റിലാണ് വരുന്നത്, ഓരോ എക്സാമിനും വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു വിഷ്വലൈസേഷന് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എത്രത്തോളമാണ് വരുന്നത് എന്നുള്ളതൊക്കെ. സോ നെക്സ്റ്റ് പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ ഓർ അപ്ലിക്കേഷൻ എന്നുള്ളത്
പേപ്പറിലൊക്കെ ഡോമിനേറ്റ് ചെയ്ത് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് സ്റ്റഡി ആയിട്ട് തന്നെ ആ ഒരു വിഷ്വലൈസേഷനിൽ കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമുക്ക് കോൺസിസ്റ്റൻ്റ്ലി അതിൻ്റെ പ്രോബബിലിറ്റി സ്റ്റെപ്സ് ഒക്കെ സ്പാൻ ചെയ്തിട്ട് കാണിക്കുന്നു. അതുപോലെ മാർക്കോവ് റിന്യൂവൽ കമ്പ്യൂട്ടേഷൻസും ക്യൂസും MVN ന്യൂമറിക്സും ഒക്കെ വരുന്നൊരു കേസാണ് ഈ ഒരു ന്യൂമറിക്കൽ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ഫോർമാറ്റ് കാര്യങ്ങൾ. ഇനി കമ്പൾസറി ഓർ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പൾസറി ആയിട്ട് വരുന്നതാണ്. എവറി സെഷനിലും അനലൈസ് ചെയ്തിട്ട് തന്നെ കാണുന്ന അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ്. സോ ഇത് നമുക്ക് റിലയബിളി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോവാം. നെക്സ്റ്റ് ക്യൂസ് ആൻഡ് MVN ബേസിക്സ്, കൊവാരിയസ്, PCA, ടി സ്ക്വയർ എന്നുള്ളതിലൊക്കെ നമുക്ക് അതിൻ്റെ ഫീച്ചർ നമുക്കൊരു മിഡ് വൈറ്റ് ക്വസ്റ്റ്യൻസ് ടൈപ്പിലാണ് വരാറ്. സോ അത് നമുക്ക് സ്റ്റോക്കാറ്റിക് പ്രോസസ്സായിട്ടും മൾട്ടിവേരിയസ് സ്റ്റാൻസ് ആക്റ്റീവ് ആയിട്ടൊക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഒരു പ്രിപ്പറേഷൻ ടിപ്പാണ്. 100 മാർക്ക് ഉള്ള ഒരു പേപ്പറിന് 3 ഹവർ കൊണ്ട് എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്ത് കണ്ട് എഴുതാം എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ന്യൂമറിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷൻ എന്നുള്ളത് നമുക്ക് 16 to 65% വരുന്നൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ്. സോ 110 to 120 മിനിറ്റ് എടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ട്രൂ ഓർ ഫാൾസ് കേസ് 10% വരുന്നു. സോ 18 to 20 മിനിറ്റ് എടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി പ്രൂഫ് ഓർ ഡെറിവേഷൻ കേസ് 10 to 12% വരുന്നതാണ്. 18 to 22 മിനിറ്റ് എടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി കേസ് ബേസ്ഡ് ന്യൂമറിക്കൽ എന്നുള്ളത് 10 to 12% വരുന്നു. 18 to 22 മിനിറ്റ് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ട്രൂ ഓർ ഫോൾസ് കേസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. സോ ഫാസ്റ്റ് മാർക്കിനുള്ളതാണ്. ആദ്യം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് 2 ഷോർട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം പ്രൂഫ് ഓർ ഡെറിവേഷനിലേക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ് നമുക്ക് കേസ് ബേസ്ഡ് ഐറ്റംസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഒരു 10 to 12 മിനിറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നമുക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അസംഷൻസും സ്റ്റേറ്റ്മെൻറ്സും ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു 10 to 12 മിനിറ്റ്സ് നമ്മൾ മാറ്റി വെക്കുക. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഒരു ടോപ്പ് 10 റിക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. കാരണം അത്രത്തോളം ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ബൈവാരിയേറ്റ് ഓർ മൾട്ടിവേരിയേറ്റ് നോർമൽ, മാർജിനൽസ്, കണ്ടീഷണൽസ്, ഇൻഡിപെൻഡൻസ് എന്നുള്ളത് 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലാസിഫൈ സ്റ്റേറ്റ്സ് ഓർ ഇറഡ്യൂസിബിലിറ്റി ഓർ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ ഫോർ എ മാർക്കോവ് ചെയിൻ എന്നുള്ളത് 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ റിന്യൂവൽ ഓർ പോയിസൺ പ്രോസസ്സസ്, റിന്യൂവൽ ഇക്വേഷൻ ഓർ ബേസിക് പ്രോബബിലിറ്റീസ് എന്നുള്ളത് 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ കമ്പൾസറി സെറ്റ് നമുക്ക് 1 ടൈംസ് ആണ് അപ്പിയർ ചെയ്ത് കാണുന്നത്. ഇനി ബ്രാഞ്ചിങ് പ്രോസസ്സസ്, PGF ആൻഡ് എക്സ്റ്റിങ്ഷൻ പ്രോബബിലിറ്റി അപ്പിയറൻസ് കൗണ്ട് വന്നിട്ടുള്ളത് 1 ആണ്. ഹോട്ടലിംഗ്സ്, ടി സ്ക്വയർ ഓർ ടെസ്റ്റ് ഓഫ് ഇക്വാലിറ്റി ഓഫ് മീൻ വെക്ടേഴ്സ് എന്നുള്ളത് 1 അപ്പിയറൻസ് കൗണ്ട് വന്നിട്ടുണ്ട്. ഇനി M or 1Q എന്നുള്ളത് LQ, ഐഡിയൽ ടൈം ഓർ ട്രാഫിക് ഇൻറ്റൻസിറ്റി എന്നുള്ളത് 1 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് തന്ന ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ്, ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ അപ്പിയറൻസും കാര്യങ്ങളും എത്രത്തോളമാണ്, അതിന് ആവറേജും മാർക്സും കാര്യങ്ങളും എത്രത്തോളം വരുന്നത് എന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ ആവറേജ് മാർക്ക് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻ ആണ് ബൈവേരിയേറ്റ് ഓർ മൾട്ടിവേരിയേറ്റ് നോർമൽ, മാർജിനൽസ്, കണ്ടീഷണൽസ്, ഇൻഡിപെൻഡൻസ്. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കി പോവാം. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതാണ് സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളൊരു ഏരിയ. നെക്സ്റ്റ് ഹോട്ടലിംഗ്സ്, TA സ്ക്വയർ ഒരു ടെസ്റ്റ് ഓഫ് ഇക്വാലിറ്റി ഓഫ് മെയിൻ വെക്ടേഴ്സ് എന്നുള്ളൊരു കേസും അതുപോലെ ക്യൂവിൻ്റെ ഒരു കേസും. സോ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് തന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കും. മാർക്കിനനുസരിച്ച് തന്നെ പഠിച്ച് കവർ ചെയ്തിട്ട് തന്നെ പോവാം. നെക്സ്റ്റ് വിഷ്വലൈസേഷൻ തന്നിട്ടുള്ള നമ്മൾ ടോപ്പ്
ദെൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് എത്രത്തോളമാണ് ആവർത്തിച്ച് വരുന്ന ഒരു എക്സാം പേപ്പറിൽ കാണിക്കുന്നത് എന്നുള്ളത് ഈ ഒരു പൈ ചാർട്ട് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഓക്കെ, സോ ഈ ഒരു പൈ ചാർട്ടിലൂടെ നമുക്ക് എത്രത്തോളമാണ് 90% നമ്മുടെ ബൈവേരിയറ്റ് ഓർ മൾട്ടിവേരിയറ്റ് നോർമൽ മാർജിനൽ കേസ് വരുന്നു. അതുപോലെ ക്ലാസിഫൈ സ്റ്റേറ്റ്സ് ഓഫ് ഇറഡ്യൂസിബിലിറ്റി എന്നുള്ളത് 40% ആണ് വരുന്നത്. ആൻഡ് 40% വരുന്നതാണ് റിന്യൂവൽ ഓർ പോയിസൺ പ്രോസസ്സസ് എന്നുള്ളത്. നെക്സ്റ്റ് 33% ആണ് അതർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ് ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ടെംപ്ലേറ്റ് ഫസ്റ്റ് ഡീറ്റെയിൽസ് സെക്കൻഡ് എന്നാണ്. സോ ഓരോ സ്റ്റെമ്മിനും നമ്മളൊരു 1 പേജ് ടെംപ്ലേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുക. അതായത് ഡെഫിനിഷൻസ് നിന്ന് കീ ഫോർമുല ദെൻ റിസൾട്ട് ദെൻ 1 ലൈൻ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള രീതിയിലുള്ളൊരു ടെംപ്ലേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുക. ദെൻ അതൊരു പ്രാക്ടീസ് ചെയ്യുക ഒരു അറ്റ്ലീസ്റ്റ് 2 ടൈംസ് എങ്കിലും. അതുപോലെ നമ്മൾ എഴുതുന്ന ടൈമിൽ 3 to 5 മിനിറ്റ് എടുത്ത് ഔട്ട്ലൈൻ വരയ്ക്കാൻ നോക്കുക. ദെൻ 10 to 12 മിനിറ്റ് കൊണ്ട് നമുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നോക്കുക. ഇനി ന്യൂമറിക്കൽസ് മെത്തേഡ് മാർക്സിൻ്റെ കേസാണ് പറയുന്നത്. നമ്മളോട് ക്യൂസ് റിന്യൂവൽ MVN ന്യൂമറിക്സിൻ്റെ കേസിലൊക്കെ നമ്മൾ ആദ്യം ആ ഗിവൺ ക്വസ്റ്റ്യൻ ഒരു ലേഔട്ട് ഉണ്ടാക്കുക. ദെൻ മോഡല് ദെൻ പാരാമീറ്റർ എസ്റ്റിമേറ്റ്സ് ദെൻ ഫോർമുല ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ ദെൻ യൂണിറ്റ്സ്. ഇങ്ങനെ ഒരു ബോക്സ് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സ് നമ്മുടെ സ്ലിപ്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. അവർ നോക്കുന്നത് നമ്മുടെ അക്യുറേറ്റ് ആയിട്ടുള്ള വർക്ക്ഡ് എക്സാമ്പിൾ പെർ ടോപ്പിക്കാണ്. സോ പെർ ഡേ ഓരോ ടോപ്പിക്സും പഠിച്ച് തന്നെ പോവാം. ഒരു വീക്ക് വരുന്നവരെ നമ്മളത് പഠിച്ച് തന്നെ പോവാം. അക്യുറേറ്റ് ആയിട്ട് ഓരോ സ്റ്റെപ്സും വർക്കിംഗ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. നെക്സ്റ്റ് പ്രൂഫ്സ് ഈക്വൽ ടു സ്കെൽട്ടൻസ് ആണ്. അതായത് നമ്മളെ മാർക്കോ ക്ലാസിഫിക്കേഷൻ ടി സ്ക്വയർ ബ്രാഞ്ചിങ് PGF ഇതിനൊക്കെ നമ്മളൊരു 6 to 8 ലൈൻ പ്രൂഫ് സ്കെലട്ടൺ നമ്മൾ ബിൽഡ് ചെയ്ത് പഠിക്കാം. അതായത് ഫസ്റ്റ് ഒരു അസംഷൻസ് എന്താണ്, നെക്സ്റ്റ് ലെമ്മ യൂസ് ചെയ്യുന്നത് ഏതാണ്, നെക്സ്റ്റ് അതിൻ്റെ കീ സ്റ്റെപ്പ് എന്താണ്, ആൻഡ് കൺക്ലൂഷൻ എന്താണ്. സോ ഇതൊക്കെ ഒരു 2 പ്രാവശ്യമൊക്കെ റിഹേഴ്സ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ആദ്യമായിട്ട് ഒരു കൺസൈസ് ആയിട്ട് പിന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടൊന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് 2 എങ്കിലും ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഈ പ്രൂഫ്സും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് തന്നിട്ടുള്ള ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ഓരോ ബ്ലോക്സിലും ഓരോ യൂണിറ്റിലെയും ടോപ്പിക്സ് എത്രത്തോളം പെർസെൻറ്റേജിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കാറ്റഗറിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക ഏറ്റവും ഹൈ കാറ്റഗറിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ബ്ലോക്കാണ് മാർക്കോ ചെയിൻസിലെ യൂണിറ്റ് 2 ബേസിക്സ് ഓഫ് മാർക്കോ ചെയിൻസ് എന്നുള്ളത് 100% പ്രോബബിലിറ്റിയിൽ വന്നിട്ടുണ്ട്, ഹൈ കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ ബ്ലോക്സും യൂണിറ്റ്സും നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹൈ കാറ്റഗറിയിലുള്ള കുറച്ച് ടോപ്പിക്സ് നോക്കാം. ബ്രാഞ്ചിങ് പ്രോസസ്സസ് എന്നുള്ളത് 83.3% വന്നിട്ടുണ്ട്. അതുപോലെ 83.3% വന്നിട്ടുള്ളതാണ് പോയിസൺ ക്യൂസ് എന്നുള്ള ബ്ലോക്ക് 4 ഒരു ടോപ്പിക്ക്. ഇനി മീഡിയം വന്നിട്ടുള്ളതാണ് സ്റ്റേഷനറി മാർക്കോവ് ചെയിൻസ് എന്നുള്ളത് യൂണിറ്റ് 3 അതുപോലെ റിന്യൂവൽ പ്രോസസ്സസ് ബേസിക്സ് ആൻഡ് പോയിസൺ എന്നുള്ളത് നമുക്ക് യൂണിറ്റ് 7 വരുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സുകളാണ്. എന്നാലും നോക്കി തന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ഇവിടെ തന്നിട്ടുള്ള മീഡിയം കാറ്റഗറിയിൽ വരുന്ന 50% വരുന്ന ഒരു ടോപ്പിക്കാണ് വേരിയൻസ് കൊവാരിയൻസ് ആൻഡ് MV ഡിസ്ട്രിബ്യൂഷൻസ്. അതുപോലെ മീഡിയം കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു 50% ടോപ്പിക്കാണ് കൊറലേഷൻ കോഎഫിഷ്യന്റ് എന്നുള്ളതും. നെക്സ്റ്റ് മീഡിയം കാറ്റഗറിയിൽ വന്നിട്ടുള്ള 50%-നുള്ള മറ്റൊരു ടോപ്പിക്കാണ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ് എന്നുള്ളത്. സോ ബാക്കിയുള്ള ടോപ്പിക്സുകളൊക്കെ നമുക്ക് നോക്കി തന്നെ പോകണം. കാരണം ലോ കാറ്റഗറിയിൽ 33.3% വരുന്ന ടോപ്പിക്സുകൾ വരെ ഉണ്ട്. ഹോട്ടലിക്സ് ടി സ്കോർ ആൻഡ് സാമ്പിളിംഗ് എന്നുള്ളതൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. സോ ആ ടോപ്പിക്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ റെലവൻസിനും പെർസെൻറ്റേജിനും അനുസരിച്ച് തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ഒരു ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സ് ആണ് തന്നിട്ടുള്ളത്. ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് എത്രത്തോളം പേപ്പേഴ്സിൽ വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ബേസിക്സ് ഓഫ് മാർക്കോവ് ചെയിൻസ് എന്നുള്ള 6/6 പേപ്പേഴ്സിലും ബ്രാഞ്ചിങ് പ്രോസസ്സസ് എന്നുള്ളത് 5/6 പേപ്പേഴ്സിലും പോയിസൺ ക്യൂസ് എന്നുള്ളത് 5/6 പേപ്പേഴ്സിലും വന്നിട്ടുണ്ട്. സോ അതൊരു ഹൈ കാറ്റഗറിയിൽ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സുകളാണ്. നെക്സ്റ്റ് മീഡിയം കേസിൽ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ് റിന്യൂവൽ പ്രോസസ്സസ് ബേസിക്സ് ആൻഡ് പോയിസൺ, സ്റ്റേഷനറി മാർക്കോ ചെയിൻസ്, വേരിയൻസ് കൊവാരിയൻസ് ആൻഡ് MV ഡിസ്ട്രിബ്യൂഷൻസ് എന്നുള്ളത്. ആൻഡ് കൊറലേഷൻ കോഎഫിഷ്യന്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ് എന്നുള്ളതൊക്കെ 3/6 പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ്. നെക്സ്റ്റ് പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ
മാർക്കോവ് ചെയിൻ ബേസിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് എല്ലാ പേപ്പേഴ്സിലും വന്നിട്ടുള്ളതാണ് മാർക്കോവ് ചെയിൻസ് ബേസിക്സ്, അതുപോലെ ബ്രാഞ്ചിങ് പ്രോസസ്സസ് എന്നുള്ളത്, അതുപോലെ പോയിസൺ ക്യൂസ് എന്നുള്ളത്. സോ അതിനൊരു ഡ്രിൽ കനോണിക്കൽ സോൾവ്സിലാണ് വന്നിട്ടുള്ളത്. ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ 3 to 4 minutes പെർ ടോപ്പിക്കിന് ഒരു ടീച്ച് ബാക്ക് ഉണ്ടാക്കാൻ നോക്കുക. അതായത് വൺസ് ഡയലി നമ്മൾ ഫുൾ സൊല്യൂഷൻസ് ഒക്കെ റൈറ്റ് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി മീഡിയം പ്രയോറിറ്റിയിൽ വന്നിട്ടുള്ള ടോപ്പിക്സിലാണ് റിന്യൂവൽ പ്ലസ് പോയിസൺ, സ്റ്റേഷനറി ചെയിൻസ്, MV ആൻഡ് ബേസിക്സ് ആൻഡ് കൊറിലേഷൻസ് എന്നുള്ളത്. സോ കീ ഐഡന്റിറ്റീസ് വെച്ചിട്ട് ഒരു ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ പെർ ടോപ്പിക്ക് 2 times റൺസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ് റിമൈനിങ് യൂണിറ്റ്സ് എന്നുള്ള MG, M or G or 1, ഫൈനൈറ്റ് കപ്പാസിറ്റി ക്യൂസ്, ലാപ്ലേസ് റിന്യൂവൽ തിയറംസ്, FA or CCA or conjoint or etc എന്നുള്ളത്. സോ ഇതിനൊക്കെ ഒരു 1 page സമ്മറീസ് ഉണ്ടാക്കുക. അതിന് കൂടെ ഒരു 1 വർക്ക്ഡ് എക്സാംസും കൂടി പഠിച്ചു പോകാൻ വേണ്ടി നോക്കാം. ഫൈനൽ റിവിഷന് എന്തായാലും റീവിസിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. 100 മാർക്കിന് 3 ഹവറിന് വരുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, എ മാർക്കോവ് ചെയിൻ ഓൺ സ്റ്റേറ്റ്സ് 1 to 3 ഹാസ് എന്ന് പറഞ്ഞിട്ട് P തന്നിട്ടുണ്ട്. സോ നമുക്ക് കാണേണ്ട അതിൻ്റെ സ്റ്റേറ്റ്സ് ക്ലാസിഫൈ ചെയ്യണം. അതുപോലെ ഇറഡ്യൂസിബിലിറ്റിയും പെരിയോഡിസിറ്റിയും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ആൻഡ് സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷനും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ബി പാർട്ടിലെ 2 ഫാക്ടറീസ് F1 F2 പ്രൊഡ്യൂസ് ചിപ്സ് ഇൻ റേഷ്യോ 3:2 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിഫക്ട് റേറ്റ്സ് 2%ഉം 5%ഉം റെസ്പെക്റ്റീവ്ലി ആണെന്ന് തന്നിട്ടുണ്ട്. സോ എ ചിപ്പ് ഡ്രോൺ അറ്റ് റാൻഡം ഈസ് ഡിഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് P ഓഫ് F1 ബൈ ഡിഫക്റ്റീവ് ഓർ P ഓഫ് F2 ഗിവൺ ഡിഫക്റ്റീവ് എന്നുള്ളതും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ 2 ഒരു കൊവാരിയൻസ് മെട്രിക്സ് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ പ്രിൻസിപ്പൽ കമ്പോണൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. അതുപോലെ ടോട്ടൽ വേരിയൻസിൻ്റെ പ്രൊപ്പോർഷനും കാര്യങ്ങളും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ബി, ലെറ്റ് XY ഗിവൺ N2 ഓഫ് μx μy സിഗ്മ സ്ക്വയർ x റോ സിഗ്മ x സിഗ്മ y റോ സിഗ്മ x സിഗ്മ y റോ സ്ക്വയർ സിഗ്മ സ്ക്വയർ y എന്ന് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണേണ്ടത്. y ഗിവൺ x ഈക്വൽ ടു x എന്നുള്ളത്. അതുപോലെ അതിൻ്റെ കണ്ടീഷൻ ഫോർ ഇൻഡിപെൻഡൻസും കൂടി സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 എ റിന്യൂവൽ പ്രോസസ് ഹാവ് IID ഇന്റർ അറൈവൽ ടൈംസ് വിത്ത് ഈ റാങ്ക് K ഈക്വൽ ടു 2 ലാംഡ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം റിന്യൂവൽ ഫംഗ്ഷൻ കാണാനാണ്. ആൻഡ് ലിമിറ്റ് റിന്യൂവൽ റേറ്റും കൂടി കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ബി പാർട്ടിൽ അതിൻ്റെ ഐറ്റംസ് ഹാവ് എക്സ്പോണൻഷ്യൽ ലൈഫ് ടൈംസ് വിത്ത് റൈറ്റ് തീറ്റ തന്നിട്ടുണ്ട്. അണ്ടർ ഏജ് റിപ്ലേസ്മെന്റ് അറ്റ് ടൈം T ഡിറൈവ് ചെയ്യാനാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് ടൈം ആൻഡ് കമ്പ്യൂട്ട് ഇറ്റ് ഫോർ തീറ്റ ഈക്വൽ ടു ആൻഡ് C1 C2 T. സോ അതിൻ്റെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ 4 നമുക്ക് M or 1 to infinity for system with lambda equal to 5/hour and mu 9/hour തന്നിട്ടുണ്ട്. സോ വെയിറ്റിംഗ് ടൈം ഡിസ്ട്രിബ്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ മീൻ ടൈം ഇൻ സിസ്റ്റം കൂടി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മളോട് പൊളാക്ക് ട്വിൻസിയും റിസൾട്ട് യൂസ് ചെയ്തിട്ട് LQ WQ Wയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ വാല്യൂസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ക്വസ്റ്റ്യൻ 5 എന്താ തന്നിട്ടുള്ളത്? ഒരു ബ്രാഞ്ചിങ് പ്രോസസ്സ് തന്നിട്ടുണ്ട്, PGF തന്നിട്ടുണ്ട്. നമ്മളോട് ക്രിറ്റിക്കാലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ, എക്സ്റ്റിങ്ഷൻ പ്രോബബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ്റ്റിങ്ഷൻ ബൈ സെക്കൻഡ് ജനറേഷൻ കൂടി കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ബി പാർട്ടിൽ ഒരു കണ്ടിന്യൂസ് ടൈം ബർത്ത് ഡെത്ത് പ്രോസസ്സസ് ഹാസ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ കൊൾമോഗോറോ ഫോർവേഡ് ഇക്വേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ E ഓഫ് X ഓഫ് T കാണാനും കൂടി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ 6 2 ഇൻഡിപെൻഡന്റ് റാൻഡം സാമ്പിൾസ് ഫ്രം ബൈവാരിയറ്റ് നോർമൽ പോപ്പുലേഷൻസ് ആ സൈസസ് കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ മീൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പൂൾഡ് കൊവാരിയൻസ് മെട്രിക്സ് SP കൊടുത്തിട്ടുണ്ട്. സോ നമ്മളോട് ഇക്വാലിറ്റി ഓഫ് മീൻ വെക്ടേഴ്സ് യൂസിങ് ഹോട്ടലൻസ് T സ്കോർ അറ്റ് 5% ലെവൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡിസിഷൻ റൂളും കൂടി സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്.
നെക്സ്റ്റ് ഒരു ട്രൈവേരിയറ്റ് നോർമൽ സാമ്പിൾ വിത്ത് കൊവാരിയൻസ് മെട്രിക്സ് സിഗ്മ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ഒരു ഇൻഡിപെൻഡൻസ് ഓഫ് കമ്പോണൻസ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ക്വസ്റ്റ്യൻ 7 നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിഗ്മി μ1 μ2 കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ക്വാൻറ്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ലീനിയർ ഡിസ്ക്രിമിനന്റ് റൂള് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്ലാസിഫൈ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ക്ലാസിഫൈ ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് മൾട്ടിപ്പിൾ കൊറിലേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ വാല്യൂസ് ഒക്കെ കൊടുത്തിട്ട് മൾട്ടിപ്പിൾ കൊറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8 ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കുക, അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ള കാര്യം കൊടുക്കുക. അതിന് കൂടെ അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും കൂടി കൊടുക്കാൻ നോക്കുക. അതായത് ഫസ്റ്റ് വൺ പി സ്റ്റോക്കാറ്റിക് മെട്രിക്സ് ആണെങ്കിൽ എവരി പവർ പി റൈസ് ടു കെ ഹാസ് ഈച്ച് റോ സം ഈക്വൽ ടു 1, അത് ട്രൂ ആണോ ഫാൾസ് ആണോ, അതുപോലെ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓരോന്നും ചെയ്യുക. അതുപോലെ ഫോർ എ റിന്യൂവൽ പ്രോസസ് വിത്ത് ഇന്റർ അറൈവൽ CDF FM of T കൊടുത്തിട്ടുണ്ട്. ഇൻ M or G or 1 റോ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം സ്റ്റേബിൾ ആണോ ഈക്വൽ ടു ഫാൾസ് ആണോ ട്രൂ ആണോ എന്ന് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ ഓരോന്നും വായിച്ചിട്ട് തന്നെ നോക്കുക. ഈ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളുടെ ഒക്കെ ആൻസേഴ്സും കാര്യങ്ങളും നമ്മുടെ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ഒക്കെ റെഫർ ചെയ്തിട്ട് തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.